ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം നമുക്കറിയാം. ഉപമ പ്രഭാഷണം എന്നറിയപ്പെടുന്ന ഒരു അധ്യായമാണ്. 7 ഉപമകൾ അവിടെ ഒരുമിച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉപമകളിലൂടെ കർത്താവ് പഠിപ്പിച്ചത് സാധാരണക്കാരായ വ്യക്തികളെ അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനും ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനും കർത്താവ് ഉപമകൾ വഴി സംസാരിച്ചു. നാണയിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഒരാൾക്ക് വേണേൽ ഡോക്ടറേറ്റ് എടുത്ത് ബൗദ്ധികമായിട്ട് വലിയ അറിവുണ്ടായി അത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. സാധാരണക്കാർക്ക് പലർക്കും അതൊന്നും പിടികിട്ടത്തില്ല. ഇനി അത് തലയ്ക്ക് മുകളിൽ കൂടി അങ്ങ് പോകത്തേ ഉള്ളൂ. ഇനി അതിനേക്കാൾ ജീവിതം മാറുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ വചനം എത്തുമ്പോഴാണ്. ഈ ഉപമ പ്രഭാഷണം മത്തായി 13 അത് നമ്മൾ മുഴുവനായിട്ടും വായിക്കുകയാണെങ്കിൽ വലിയ ഒരു സന്ദേശം അവിടെ നൽകപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ കേട്ടതിൻ്റെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ തുടർന്ന് വരുന്നത് കാണാൻ പറ്റും. ഏതാണ് വയൽ, ഏതാണ് വിത്ത്, ഇനി ആരാണ് ഗോതമ്പ്, ആരാണ് കള, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. 2 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഒന്ന്, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടണം. ശരിയായ രീതിയിൽ അതിനെ മനസ്സിലാക്കണം കേട്ടോ. ഞാൻ ദൈവമാണ് എന്ന് വിചാരിക്കുന്നത് മഹാ അപകടകാരിയാണ്. പക്ഷേ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടണം. പറഞ്ഞാൽ മറ്റുള്ളവരെൻ്റെ ജീവിതം കണ്ടിട്ട് ഞാൻ നല്ല ശുദ്ധമായ വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. നമുക്കറിയാമല്ലോ, കൊറിന്തോസിലെ വിശുദ്ധർക്ക് എഴുതുന്ന ലേഖനം, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിക്കും എഴുതുമ്പോൾ അവരെ പൗലോസ് വിളിച്ചത് വിശുദ്ധരെന്ന്. ഇനി അവരാരെങ്കിലും ഞാനാണ് കേട്ടോ ഉള്ളതിൽ ഏറ്റവും വലിയ വിശുദ്ധൻ, വിശുദ്ധ, ഞാനാണ് ദൈവം എന്നെങ്ങാനും ഭാവിച്ചെങ്കിൽ അത് അവരെ അപകടത്തിലേക്ക് നയിച്ചേനെ. വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നോ അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു. അതിനകത്ത് അപകടമൊന്നുമില്ല. ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുമ്പോൾ മറ്റുള്ളവർക്കും മനസ്സിലാകും ഞാൻ ജീവിക്കുന്നത് ദൈവത്തെ പോലെയാണ്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കേണ്ടത്. യോഹന്നാൻ 13 നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അത് കണ്ടിട്ട് ജനം പറഞ്ഞോളും നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന്. അതിന് പകരം ഞാൻ ഒരു ക്രിസ്തീയ വേഷം ധരിച്ചോ കഴുത്തിൽ കൊന്തയും ബന്ധിങ്ങോ ഒക്കെ ഇട്ടോ ഞാൻ ക്രിസ്ത്യാനിയാണ് കേട്ടോ എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഞാനങ്ങനെ പറഞ്ഞ് നടന്നിട്ടും കാര്യമില്ല. മറ്റുള്ളവരെന്നെ കണ്ടിട്ട് എൻ്റെ ജീവിതം കണ്ടിട്ട് പറയണം, ഇതാണ് കറതീർന്ന ക്രിസ്തീയ ജീവിതം. അറിയാലോ, വിശുദ്ധ ഫിലിപ്പ് നേരി അദ്ദേഹം ചെയ്ത ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ഇന്ന് ചെയ്താലും നല്ല റീൽസും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലൊക്കെ പുള്ളിക്ക് കിട്ടിയെന്ന് വരും. പുള്ളിക്ക് പബ്ലിക് റോഡിൽ നിന്ന് ഒരു ബിയർ കുടിച്ചു. പബ്ലിക് റോഡിൽ നിന്ന്, പബ്ബിൽ കയറിയിരുന്നല്ല, റോഡിൽ പെരുവഴിയിൽ നിന്ന്. ഈ പുള്ളിയുടെ ലക്ഷ്യം എന്തായിരുന്നറിയോ? ഈ എന്നെ കൊച്ചു വിശുദ്ധൻ എന്നുള്ള ആ ഒരു വിളി ഒന്ന് നിന്ന് കിട്ടണം. ആൾക്കാരൊക്കെ പുള്ളിയുടെ ജീവിതം കണ്ടിട്ട്, ജീവിതത്തിൻ്റെ ഗുണമേന്മ കണ്ടിട്ട് പറയാൻ തുടങ്ങി, ഇതാൾ കൊച്ചാണേലും വിശുദ്ധനാണ് കേട്ടോ, കൊച്ചു വിശുദ്ധൻ, വിശുദ്ധൻ എന്നുള്ള ആ വിളി. നമ്മളാണ് എങ്ങനെയെങ്കിലും ഒരു വിളി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അവർ വിളിച്ചപ്പോൾ ആ വിളി നിർത്താൻ വേണ്ടി, അപ്പം പരസ്യമായിട്ട് ബിയർ കുടിച്ചാൽ പിന്നെ ആരും വിളിക്കാൻ പോകുന്നില്ല വിശുദ്ധനാന്ന്. ഒരു കാര്യം നമ്മൾ അറിയണം കേട്ടോ, ബാഹ്യഭാവം കണ്ട് ആരെയും വിധിച്ചേക്കരുത്. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണെന്ന് അറിയാത്തവർ ഉറപ്പായിട്ടും പറയും മുക്കുടിയൻ. അവന് കുടിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് കുടിക്കാൻ മേലായിരുന്നോ? റോഡ് സൈഡിൽ നിന്ന്, പെരുവഴിയിൽ നിന്ന് കുടിക്കാമെന്ന് പറഞ്ഞാൽ അവനെ അറിയാത്തവരങ്ങനെ പറഞ്ഞു പോകും. അവന് ബിയർ കുടിക്കാൻ ഇഷ്ടമായിട്ടൊന്നും അല്ല അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഈ ഒരു വിളി, മനുഷ്യരിൽ നിന്ന് ഉയർന്ന വിളി നിർത്താൻ വേണ്ടി. നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആഗ്രഹിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവം എന്ന് വിളിക്കപ്പെടുക, വിശുദ്ധർ എന്ന് വിളിക്കപ്പെടുക. രണ്ടാമതൊരു കാര്യം,
മരണാനന്തരം സ്വർഗത്തിലെത്തുക. വിശുദ്ധ ബൊനവഞ്ചർ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ നഷ്ടം സ്വർഗത്തിൽ പോകാത്തതാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ലൂക്ക 10-ാം അധ്യായം 20-ാമത്തെ വചനമെടുത്താൽ എൻ്റെ കാതലായ സന്ദേശം, പിശാചുക്കൾ നിനക്ക് കീഴ്പ്പെടുന്നു എന്നതിലും നിനക്ക് അഭിമാനിക്കാൻ വകയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശക്തിയോ കഴിവോ ഒറ്റ നോട്ടത്തിൽ കാര്യം പറയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പിശാച് ഇറങ്ങി ഓടുന്നത് കാണാൻ പറ്റി, വലിയ വലിയ കാര്യമായി. പക്ഷേ ലൂക്ക 10:20 വായിച്ചാൽ അതിനുമല്ല നീ അഭിമാനിക്കേണ്ടത്, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ, അതിലാണ് അഭിമാനിക്കേണ്ടത്. ഇനി സ്വർഗരാജ്യത്തിൻ്റെ ഉള്ളിലാകുന്നവരാരാണ്, സ്വർഗരാജ്യത്തിൻ്റെ ഔട്ടാകുന്നത് ആരാണ്, എല്ലാം വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് 1 കൊരിന്ത്യർ 6-ാം അധ്യായം കൃത്യമായിട്ട് ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇന്ന ആൾക്കാർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല, അവർ സ്വർഗരാജ്യത്തിൻ്റെ പുറത്തായിരിക്കും. ഒരുപാട് നമുക്ക് ബൗദ്ധികമായിട്ടുള്ള അറിവ് യേശുവിനെക്കുറിച്ചുണ്ട്. ഒരുപാട് സമയമെടുത്ത് നമ്മൾ യാന്ത്രിക പ്രാർത്ഥനകൾ നടത്തുന്നുണ്ടെങ്കിലും സ്വർഗരാജ്യ അനുഭവം ഉണ്ടാവണമെന്നൊന്നുമില്ല. അത് മർക്കോസ് 12-ാം അധ്യായം അവസാനിക്കുന്നിടത്ത് നമ്മൾ കാണുന്നുണ്ട്, ഒരു മനുഷ്യൻ വലിയ ബുദ്ധിപൂർവ്വം കർത്താവിനോട് സംസാരിച്ച് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ കർത്താവ് അവനെ നോക്കിയിട്ട് പറഞ്ഞത്, നീ ദൈവരാജ്യത്തിൽ നിന്നും വിദൂരത്തല്ല, ദൈവരാജ്യത്തിലെത്തിയെന്നൊന്നും പറഞ്ഞില്ല. ഇത്രയും വലിയ അറിവുണ്ടായിരുന്നിട്ട് ദൈവരാജ്യത്തിലെത്തിയെന്നൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് യേശുവിൻ്റെ സ്വന്തമാകണം, യേശുവിനെ സ്വന്തമാക്കിയിട്ടുണ്ടാകണം. അതാണ് ഈ ഒരു അറിവിലേക്ക് അല്ലെങ്കിൽ അനുഭവത്തിലേക്ക്, രക്ഷയിലേക്ക് അവരെ എത്തിക്കുന്നത് എന്നുള്ളത്. 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വചനങ്ങൾ ഒരു സാക്ഷ്യമായിട്ട് ദൈവം നൽകുന്നതാണ്. യേശുവിനെ സ്വന്തമാക്കിയവർക്ക് ജീവനുണ്ട്, സ്വന്തമാക്കാത്തവർക്ക് ജീവനില്ല. സ്വർഗത്തിൽ പോണെങ്കിൽ ഈ ഒരു കാര്യം മസ്റ്റാണ് എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിക്കുക. ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ ദൈവത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവമക്കളുടെ ജീവിതത്തിൽ സ്ഥാനം പിടിക്കേണ്ടതും ഈ കാര്യങ്ങളാണ്. അതല്ലാതെ കുറേ ഭക്താഭ്യാസങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ കുറേ പ്രകടനങ്ങളോ ഇതൊക്കെ നടത്തുന്നതിലാണ് കാര്യം. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തതിനെക്കുറിച്ച് മത്തായി 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഫരിസേയരും നിയമജ്ഞരും, എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞ എന്താ, നിനക്ക് ദുരിതം, നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്, നീ ഉദാരമതിയാണെന്ന് പ്രകടനം നടത്തുന്നുണ്ട്, നീ കൊടുക്കുന്നതെല്ലാം കൊട്ടിഘോഷിക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒന്നും പേരിൽ നീ സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോണെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ആധ്യാത്മികത നമുക്കുണ്ടാകണം. കറതീർന്ന ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം. മനുഷ്യരെ കാണിക്കാനാകാതെ എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് ഒരു വ്യക്തിബന്ധം വേണം. എൻ്റെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയം ജ്വലിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ? നീ യേശുവിൻ്റെ സ്വന്തമായതിൻ്റെ സൂചനയാണ് നീ സ്വർഗത്തിൽ എത്തിയിരിക്കും. അതാണ് വചനം പഠിപ്പിക്കുക. ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അതിശക്തനായ ഒരു ദൈവത്തെക്കുറിച്ച് ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്തായിരുന്നു ആ ശക്തിയുടെ ഉറവിടം? നീതി. നീതിമാന്റെ ശക്തി ദൈവത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരിക്കലും ഒരു അനീതി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അനീതി പ്രവർത്തിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താനും പറ്റത്തില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 23 വായിച്ചാൽ, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോവുക. നമ്മൾ ദിവസവും അല്പസമയം എടുത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കി കണ്ടെത്തേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അനീതി എന്നിൽ ഇനിയും കിടപ്പുണ്ടോ? നമ്മൾ ചിലപ്പം ഞാൻ ഡ്രസ്സ് ചെയ്തതിനകത്ത് എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടോ, എൻ്റെ മുഖത്ത് എന്തെങ്കിലും പാടുണ്ടോ, എൻ്റെ ശരീരത്ത് എവിടെയെങ്കിലും ചെളി പറ്റിയിട്ടുണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കും. അതൊക്കെ പരിഹരിക്കാനും നമ്മൾ നോക്കും. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനീതി പ്രവർത്തിക്കുന്നത്. അത് തുടച്ചു മാറ്റാൻ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ അടുത്തോട്ട് പോലും എത്താൻ പറ്റത്തില്ല. അതാണ് ദൈവവചനം പറയുക. അപ്പം അതുകൊണ്ട് എൻ്റെ പങ്കാളിക്ക് ഞാൻ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നുണ്ടോ, ബഹുമാനം കൊടുക്കുന്നുണ്ടോ, സ്നേഹം കൊടുക്കുന്നുണ്ടോ,
എൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട കരുതൽ കൊടുക്കുന്നുണ്ടോ, അവരെ കരുതിയിട്ടാണോ ഞാൻ അവരെ വിമർശിക്കാറുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. ഏതെങ്കിലും വിധത്തിൽ വരുന്ന അനീതി അത് നമ്മൾ തുടച്ചു മാറ്റുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റത്തില്ല. നമ്മൾ കുർബാന കാണും, കുർബാനയെ അർപ്പിക്കാൻ പറ്റത്തില്ല. കുർബാന അർപ്പിച്ചാൽ യേശുവുമായിട്ട് ഐക്യപ്പെടാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. നമുക്ക് ഏറെ നേരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറാം, പക്ഷേ ശരിക്കും പ്രാർത്ഥനയുടെ അനുഭവം നമുക്ക് ഉണ്ടാകണമെന്നില്ല. അതുണ്ടാകണമെങ്കിൽ ഇന്നത്തെ രണ്ടാം വായന നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കേ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് കുറേ പ്രാർത്ഥന ചൊല്ലാൻ പറ്റും. നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ, ഒന്ന് അംഗീകരിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ മതി, പരിശുദ്ധാത്മാവ് സഹായിക്കും. അതാണ് നമ്മൾ രണ്ടാം വായനയിൽ കേട്ടത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം. നിനക്ക് ബലഹീനതയുണ്ടോ, നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലേ, പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഈ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണം. യോഹന്നാൻ 14:18 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഞാൻ നിന്നെ അനാഥരായിട്ട് നിങ്ങളെ വിടത്തില്ല. നീ അനാഥനല്ല, നീ അനാഥയല്ല, ഞാൻ നിനക്ക് കൂട്ടിനുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ സഹായത്തിനുണ്ട്. അതൊന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ദൈവം നമ്മുടെ കൂടെ വരും, നമ്മുടെ കാര്യങ്ങളൊക്കെ സഹായിക്കും. അസാധ്യ കാര്യങ്ങൾ സാധ്യമാകണം, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണം. ദുഷ്കരമായി ഇപ്പം തോന്നുന്ന കാര്യങ്ങൾ എളുപ്പമാകണം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ട് നമുക്ക് വേണം. അതുകൊണ്ടാണ് ലൂക്കാ 18:27 വായിക്കുമ്പോൾ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ട് ലഭിക്കുന്ന വ്യക്തികൾക്ക് സകലതും സാധ്യമാവും. അങ്ങനെ ഒരു നീതിപൂർവം ജീവിക്കുന്നതിൻ്റെ ശക്തി ദൈവമക്കൾ അനുഭവിക്കണം. നമ്മുടെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണോ, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ആണോ, നമുക്ക് പിടിപാടുള്ളതാണോ? അതിനേക്കാളൊക്കെ നീതിപൂർവം ജീവിക്കുമ്പോൾ ദൈവം തരുന്ന ഒരു ശക്തിയുണ്ട്. അതായിരിക്കണം നമ്മുടെ ശക്തി സ്രോതസ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമതൊരു കാര്യം ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അതാണ് കരുണ. നമ്മൾ യെശയ്യാ 54:8 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അല്പസമയത്തേക്ക് ഞാൻ നിന്നെ കൈവിട്ടു, കാരണം എൻ്റെ നീതിയുടെ ഭാഗം. നീതി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാപത്തിനുള്ള ശിക്ഷ. നീ പാപം ചെയ്തപ്പോൾ നിന്നെ ഞാൻ കൈവിട്ടു അല്പസമയത്തേക്ക്, പക്ഷേ മഹാകരുണയോടെ ഞാൻ നിന്നെ വീണ്ടെടുക്കും. ഇതുപോലെ കരുണ കാണിക്കാൻ മനസ്സുള്ള വ്യക്തികളാണ് നമ്മൾ. യാക്കോബ് 2:13 വായിച്ചാൽ നമ്മളൊക്കെ വിധി ദിവസം കൊതിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ കരുണ. ദൈവമേ, എന്നെയും കൂടി എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്കൊന്ന് കയറ്റണേ, അതിനുള്ള അർഹത തരണമേ എന്ന് കൊതിച്ച് നമ്മൾ പറയും. ഇനി അവിടെ നമ്മളെ സഹായത്തിനെത്തുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കാണിച്ച കരുണ. കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. കാരുണ്യപൂർവ്വം ജീവിക്കുന്നവരാണെങ്കിൽ ആ വിധി അതിനെ ഭയപ്പെടേണ്ടി വരില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതൊന്ന്, ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന ഒന്നാണ് ദീർഘക്ഷമ. നമ്മൾ കാണുന്നുണ്ട്, ഈ ഗോതമ്പ് വിതച്ചിടത്ത് സാത്താൻ കളകളും കൊണ്ടൊന്ന് വിതച്ചു. കളകൾ. അപ്പോൾ പണിക്കാർ വന്നിട്ട് പറയാണ്, നല്ല വിത്താണല്ലോ വിതച്ചത്, പിന്നെ എവിടെ നിന്ന് വന്ന് ഈ കള? മറുപടിയായിട്ട് പറഞ്ഞത്, അത് ശത്രു ചെയ്ത കാര്യമാണ്. ക്രിസ്ത്യാനികൾക്ക് ആരാ ശത്രു? സാത്താൻ. അവൻ ചെയ്ത പണിയാ. ഇനി എന്നാൽ പിന്നെ ഞങ്ങളത് പറിച്ചു കളയട്ടെ? വേണ്ട, അത് വളരട്ടെ, ഗോതമ്പിൻ്റെ കൂടെ വളരട്ടെ. എന്നിട്ട് അവസാനം കൊയ്യാൻ സമയമാകുമ്പോഴത്തേക്കും കളകൾ ആദ്യം പറിച്ച് തീക്കകത്തേക്ക് എറിയപ്പെടും. എന്താ ഇതിൻ്റെ സന്ദേശം? ഈ കള എന്ന് പറയുന്നത് ദുഷ്ടൻ്റെ ആ ഒരു ഭരണത്തിന് കീഴിൽ കഴിയുന്നവരാണ്, സാത്താൻ്റെ ഭരണത്തിന് കീഴിൽ കഴിയുന്നവർ. ഗോതമ്പെന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ മക്കളാണ്. ഈ കളകൾക്കും ദൈവം അവസരം കൊടുക്കുകയാണ്, അവസാനം വരെ അവസരം കൊടുക്കുകയാണ് അനുദപിക്കാനും മാനസാന്തരപ്പെടാനും രക്ഷയുടെ മാർഗത്തിലേക്ക് വരാനും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ദീർഘക്ഷമ.
നമുക്കൊക്കെ ഒട്ടും ഇല്ലാത്ത ഒരു കാര്യമായിരിക്കാം ക്ഷമ. ചെറിയ ചെറിയ കാര്യം മതി പൊട്ടിത്തെറിക്കും. ചെറിയൊരു സഹനത്തിനോ ത്യാഗത്തിനോ മനസ്സില്ല. അവിടെയെല്ലാം നമ്മൾ പ്രതികരിക്കുന്ന അവസ്ഥകൾ ഒക്കെ മാറണമെങ്കിൽ ദീർഘക്ഷമ എന്ന പുണ്യം നമുക്കുണ്ടാകണം. മാത്രമല്ല, നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ ഉദാരത. അവൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവന് ഗോതമ്പിനോടൊപ്പം കളയും വളരാൻ അനുവദിച്ചു. അവൻ്റെ ഉദാരത. അല്ല, പണ്ടേ അതെല്ലാം കൂടെ പറിച്ചെടുത്ത് തീയിലേക്ക് എറിയേണ്ടതായിരുന്നു. നമ്മൾ കാണുന്നുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അവനെ സൂര്യനെ ഉദിപ്പിക്കുമ്പോൾ അതെല്ലാവരുടെ മേൽ ആ പ്രകാശം കൊടുക്കുന്നുണ്ട്. മഴ പെയ്യിക്കുമ്പോൾ പാപികളുടെ മേൽ പെയ്യിക്കണ്ട, അവനിരുന്ന് വയർക്കട്ടെ എന്നും പറഞ്ഞ് അവൻ്റെ മേൽ പെയ്യിക്കാതിരിക്കുന്നില്ല. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ മഴ പെയ്യിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇങ്ങനെയൊക്കെ ഒന്ന് ഉദാരത കാണിക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ ആരെയെങ്കിലും ശപിക്കുന്ന, പഴിക്കുന്ന അങ്ങനത്തെ അവസ്ഥ നമുക്കുണ്ടാകുമോ? ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം പങ്കിടുന്നവരാണ് ദൈവമക്കൾ. അവരുടെ ഗണത്തിൽപ്പെടാൻ നമ്മെ അനുഗ്രഹിക്കണമെന്ന് ഈ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം.